തറവാട്ടിലെ മാവിൽ ഇപ്രാവശ്യം നല്ല മാങ്ങയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും അത് നോക്കി നിൽക്കാറുണ്ട് എങ്ങനെ പറിക്കുന്നു വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് മാങ്ങകൾ പറിച്ചെടുത്തേ. ഞാനും എൻ്റെ മോളും എൻ്റെ ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടിയിട്ടാട്ടോ പറിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ പറിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ സ്കൂൾ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നൊരു കാര്യമാണ് അല്ലേ, മാങ്ങ ഉപ്പിലിട്ട് കഴിക്കുക, അതുപോലെ തന്നെ മാങ്ങയും ഉപ്പും മുളകും ഒക്കെ തിരുമ്പി കഴിക്കുക, പിന്നെ പറങ്കി മാവിൻ്റെ നീര് കൊണ്ട് നല്ല കറിച്ചുണ്ടാക്കി കഴിക്കുക. ഇങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഒന്ന് പുതുക്കാൻ നോക്കിയതാണേ. അതിൽ കൂടെ എൻ്റെ മക്കളും ഉണ്ടായിരുന്നു എന്നുള്ള കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അവർക്ക് വല്ല വാഴേൻ്റെ വെട്ടി അതിലാണ് കേട്ടോ മാങ്ങ മുറിച്ചിട്ട് കൊടുത്തത്. ഞങ്ങൾ ഇത് മാങ്ങ മുറിക്കുന്നത് ഞങ്ങളെ പറമ്പിൽ വെച്ചിട്ടാട്ടോ. പറമ്പിൽ നല്ല വ്യൂ ആണ്, അവിടെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. അപ്പോൾ അവിടെ ഇരുന്നിട്ടാട്ടോ മക്കൾ മാങ്ങ കഴിക്കാറ് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ. അപ്പോൾ അതായി നോക്കിയേ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ മാങ്ങ കഴിക്കാൻ നല്ല രസമാണ് അല്ലേ. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയും, എന്ന് വെച്ചാൽ ഈ വെയിലത്തെ മക്കൾക്ക് ഈ മാങ്ങ കൊടുത്ത് വയറ് കഴിക്കുമല്ലോ, അങ്ങനത്തെ ആവല്ലോ തീരുന്ന അവർക്ക്. പക്ഷേ എനിക്കെന്തോ ഇന്ന് ഇങ്ങനെയാണ് എന്തോ തോന്നിയത്, അവരെ കൊണ്ടൊന്ന് കഴിപ്പിച്ച് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ. അപ്പോൾ നല്ല ഉപ്പും മുളകൊക്കെ തിരുമ്പി അവർക്ക് ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇങ്ങനെ കൊടുത്തേ. അപ്പോൾ എല്ലാവർക്കും ഓരോ വാഴയില ചീന്തിയിട്ടാട്ടോ അതിലാണ് കൊടുക്കണേ. അപ്പോൾ അവരെല്ലാവരും ഇനി വെയിറ്റിംഗ് ആണിതാ, എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്, നല്ല പൊളിയുണ്ട് തോന്നുന്നു, എല്ലാവരും മുഖത്തും നല്ല എക്സ്പ്രഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഞങ്ങളെ കുഞ്ഞേ ആളുണ്ടല്ലോ, ഞങ്ങളെ നിഹമോള് തേക്കുന്നു ഇവിടെ അടിപിടി കൂടുണ്ട്, എന്നുവെച്ചാൽ അവൾക്ക് വില വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ. പിന്നെ ഇതിൽ ഒളിച്ചു നിൽക്കണ ഒരാളുണ്ട് കേട്ടോ, ആൾക്ക് വീഡിയോ എടുക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ ആളെ ഞാൻ സൂം ചെയ്യാഞ്ഞേ.